റിവൽയുടെ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 10:22 യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിപ്പോകുന്നവരല്ല. കർത്താവ് വിത്തുകളുടെ ഉപമ പറയുമ്പോൾ വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് പറയും. എന്താണ് വഴിയരികിൽ വീണ വിത്ത്? ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ സാത്താൻ വന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വചനം എടുത്ത് കളയുന്നു. വേറൊരിടത്ത് പറയുന്നു, പാറപ്പുറത്ത് വീണ വിത്ത് മണ്ണിനാഴമില്ലായികയാൽ എന്ന് പറഞ്ഞാൽ വചന നിമിത്തം ഉപദ്രവമോ പ്രതിസന്ധികളോ പോകുമ്പോൾ പെട്ടെന്ന് അവർ ഇടറിപ്പോകുന്നു, അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. മുള്ളിനിടയിൽ വീണത് ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും മോഹങ്ങളെല്ലാം അവിടെ വന്ന് വചനത്തെ ഞെരുക്കുകയാണ്, ഫലം കായ്ക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് പറയും, നല്ല നിലത്ത് വീണതോ. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ദാവീദ് പുത്രനു ഹോശന്ന ഹോശന്ന എന്ന് പറഞ്ഞ ജനം പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക ക്രൂശിക്കുക. അതാണ് ജനങ്ങൾ. ദാവീദിന് സ്തുതി പാടിയ, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ ജനം കല്ലെറിഞ്ഞ് സിക്ലാഗ് ആക്രമിക്കപ്പെട്ടപ്പോൾ കല്ലും കൊണ്ട് നിൽക്കുകയാണ് അവനെ ഉപദ്രവിക്കാൻ. അതാണ് ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടെന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. പൗലോസ് പറയുന്ന ഈ നൊടിനേരത്തേക്കുള്ള കഷ്ടം അനവധി നിത്യ തേജസ്സിൻ്റെ കനം വരാൻ കാരണമാകും. ഇത് മാറിയേ മതിയാവും. ഈ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ മാറും. അപ്പോൾ ദൈവത്തിൻ്റെയും ദൈവവചനത്തിലും നാം ശക്തിപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തും. ജയിച്ച് മുന്നേറാൻ ദൈവം കൃപ തരും. അവസാനത്തോടെ നമുക്ക് പറ്റത്തില്ല, നമ്മുടെ ബലത്തിൽ സഹിക്കാനൊക്കത്തില്ല. ആ സമയത്തെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവൻ്റെ കൃപ. പൗലോസ് 3 വട്ടം പറഞ്ഞ് ശൂലവൻ്റെ നീങ്ങിപ്പോണേ. ആ സമയത്ത് പറഞ്ഞു, പോൾ മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ ജയിച്ച് നിൽക്കുവാൻ ഈ ലോകത്തിൽ നമുക്കെതിരെ തിന്മയും കളവും ഒക്കെ പറയുമ്പോൾ, എതിരായി പറയുമ്പോൾ, പകയ്ക്കുമ്പോൾ സഹിച്ച് നിൽക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അധിക കൃപ. അതിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ജയിച്ച് മുന്നേറാൻ ദൈവം നമുക്ക് ശക്തി തരും. ആമേൻ.